നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ദില്ലിയിലെ ഗംഗാറാം ആശുപത്രിയിലായിരുന്നു ചികിത്സ. രാവിലെ 8:56 കൂടിയാണ് മരണം സ്ഥിരീകരിച്ചത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറന്റെ പിതാവാണ് ഷിബു സോറൻ. പൊന്നൂക്കരയിൽ തെരുവുനായ ശല്യം രൂക്ഷം. 1 മാസത്തിനിടെ നിരവധി പേർക്ക് കടിയേറ്റതായി പരാതി. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ പൊന്നൂക്കര പ്രദേശത്താണ് തെരുവുനായ ശല്യം രൂക്ഷമായത്. 1 മാസത്തിനുള്ളിൽ 6ഓളം പേർക്കാണ് നായയുടെ കടിയേറ്റത്. പൊന്നൂക്കര സ്വദേശികളായ കുറുവീട്ടിൽ വേലായുധൻ, മനക്കൽ MR ചന്ദ്രൻ, തറവളപ്പിൽ കരുണാകരൻ, പാലത്തുപറമ്പിൽ ധനേഷ്, തറവളപ്പിൽ രത്നാകരൻ, കണ്ണമ്പത്ത് വേലായുധൻ എന്നിവരെയാണ് നായ കടിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി ഉയരുന്നത്. തെരുവുനായ ശല്യം രൂക്ഷമായതോടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സ്കൂൾ വിദ്യാർത്ഥികളും ഏറെ ബുദ്ധിമുട്ടിലാണ്. കൂടാതെ പൊന്നൂക്കര പള്ളിയിൽ എത്തുന്നവരെയും സമീപത്തെ ക്ഷേത്രത്തിൽ എത്തുന്നവർക്കും നേരെയും ഇരുചക്ര വാഹന യാത്രക്കാർക്ക് നേരെയും പലപ്പോഴും നായ കൂട്ടം പാഞ്ഞടുക്കാറുണ്ട്. തെരുവുനായ ശല്യം രൂക്ഷമായതോടെ നാട്ടുകാർ പലതവണ പഞ്ചായത്തിൽ പരാതി പറഞ്ഞുവെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. പൊന്നൂക്കര 13-ാം വാർഡിൽ പൊന്നൂക്കര പള്ളി കോളനി, അതുപോലെ തന്നെ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പരിസരത്ത് ഇവിടെ ഒരുപാട് നാളുകളായിട്ട് തെരുവുനായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ബഹുമാനപ്പെട്ട കരുണാകരൻ ചേട്ടനെ അടക്കം ഇപ്പോൾ 5 പേരെ ഈ ഭാഗത്ത് തെരുവുനായ്ക്കൾ കടിച്ചു കഴിഞ്ഞു. ഇനി ഈ പൊന്നൂക്കര പള്ളിയിലേക്ക് കാറ്റീസത്തിന് പോകുന്ന കുട്ടികളും അതുപോലെ ട്യൂഷന് പോകുന്ന കുട്ടികളും പൊന്നൂക്കര സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ വളരെ ഭയത്തോടു കൂടിയിട്ടാണ് ഈ തെരുവ് നായ്ക്കളുടെ ഇടയിലൂടെ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ട്യൂഷന് പോയിട്ട് തിരിച്ചു വരാൻ സാധിക്കാതെ അച്ഛനമ്മമാരെ വിളിച്ചു വരുത്തിയതിന് ശേഷമാണ് വീട്ടിലേക്ക് തിരിഞ്ഞു പോയിട്ടുള്ളത് കുട്ടികൾ. അപ്പോൾ അതുപോലെ ഈ പ്രശ്നത്തിന്, അതായത് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ വിഷയം നടക്കുന്നത്. ഇത്രയും ദിവസങ്ങളായിട്ടും ഇതിനെതിരെ പല സ്ഥലത്ത് പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 50കാരനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. ചാലക്കുടി ചൗക്കാക്കിൻസ് ഗാർഡൻ സ്വദേശി കാഞ്ഞിരപ്പള്ളിക്കാരൻ വീട്ടിൽ 44 വയസ്സുള്ള ഫാസിലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആഗസ്റ്റ് 22-നായിരുന്നു സംഭവം. ചാലക്കുടി ചൗക്കാക്കിൻസ് ഗാർഡൻ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ചാലക്കുടി ചൗക്കാക്കിൻസ് ഗാർഡൻ സ്വദേശി കാഞ്ഞിരപ്പറമ്പിൽ വീട്ടിൽ ഷിയാസിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ്. ഫാസിലും ഷിയാസും അയൽവാസികളാണ്. കുടുംബ വഴക്കിനെ തുടർന്നുള്ള വൈരാഗ്യത്താലാണ് വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ ഗുരുതര പരിക്കേറ്റ ഷിയാസ് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേസിലെ പ്രതി ഉപയോഗിച്ച കാർ പിടിച്ചെടുത്ത് കോടതിയിൽ സമർപ്പിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃത രംഗൻ, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SI മാരായ ഋഷിപ്രസാദ്, കൃഷ്ണൻ, CPOമാരായ പ്രദീപ, സജിത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വട്ടണ്ണാത്ര NSS കരയോഗത്തിന്റെ 31ാമത് വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും കുട്ടികൾക്കുള്ള അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചു. പ്രതിനിധി സഭാംഗം ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് P രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഠനേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ കുട്ടികൾക്ക് സമ്മാനദാനം നടത്തി. ചടങ്ങിൽ പുതിയ കമ്മിറ്റിയും ചുമതലയേറ്റു. നന്ദൻ പറമ്പത്ത്, കൃഷ്ണകുമാർ, K സദാശിവൻ, രാജൻ CB, K പരമേശ്വരൻ, രാജലക്ഷ്മി, അനിൽ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ബാലസൗഹൃദ ബജറ്റ് 2025-26 ക്യൂബ് പ്രകാശനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷ രതി ബാബു ബജറ്റ് അവതരണം നടത്തി. ചടങ്ങ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷൻ CC സോമസുന്ദരൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയേങ്കര, രശ്മി ശ്രീശോഭ്, പഞ്ചായത്ത് സെക്രട്ടറി PR ജോൺ,
ICDS സൂപ്പർവൈസർ വിനോദിനി എന്നിവർ പ്രസംഗിച്ചു. എന്താണ് ബാലബഡ്ജറ്റ് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആരംഭത്തിൽ ഇവിടെ പറഞ്ഞു. നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ സമർത്ഥമായി ഉപയോഗിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു ഉദ്ഘാടനം. നമ്മുടെ ജില്ലയിൽ തന്നെ ഇപ്പോൾ 13ാമത്തെ പഞ്ചായത്തിലാണ് ഇതുപോലെ ബാലസൗഹൃദം, കുട്ടികളുടെ അവകാശങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും കുട്ടികളോടുള്ളത് ഒക്കെ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ പദ്ധതി നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഏറ്റെടുത്തിരിക്കുകയാണ്. പദ്ധതി നിലവിലുള്ള പദ്ധതിയാണെങ്കിലും അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു കാര്യമായിട്ടുള്ള ഒരു ചടങ്ങാണെന്ന് നടക്കുന്നത്. നിർദ്ദേശങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അവ പരിഗണിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഈ 2026-27 സാമ്പത്തിക വർഷത്തിലേക്കുള്ള നടപ്പിലാക്കുന്നതിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഈ വർഷം കുട്ടികളുടെ പ്രശ്നങ്ങളും പരാതികളും എല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചൈൽഡ് റിസോഴ്സ് സെന്റർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വർഷം മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കൊടകരയ്ക്ക് വസ്ത്രവിസ്മയങ്ങളുടെ മായാലോകം സമ്മാനിച്ച് ഗ്രാൻഡ് വെഡ്ഡിങ്സ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ ചലച്ചിത്ര താരം അന്ന രാജൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര KR കോംപ്ലക്സിൽ ഗ്രാൻഡ് വെഡ്ഡിങ്സ് ഉദ്ഘാടന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വൻ ജനാവലിയും എത്തിയിരുന്നു. ചടങ്ങിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. KTGA ജില്ലാ പ്രസിഡന്റ് കൃഷ്ണാനന്ദ ബാബു, പഞ്ചായത്ത് അംഗം CDCB, BJP മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, കൊടകര ഫൊറോന പള്ളി വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, കൊടകര ജുമാ മസ്ജിദ് ഖത്തീബ് അലി സഖാഫി അൽ അക്കമി, ശബരിമല മുൻ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത 3 ഭാഗ്യശാലികൾക്ക് 10,000 രൂപയുടെ ഫ്രീ പർച്ചേസ് വൗച്ചറും നിരവധി ഭാഗ്യശാലികൾക്ക് സർപ്രൈസ് ഗിഫ്റ്റുകളും വിതരണം ചെയ്തു. ചടങ്ങിനെത്തിയവർക്ക് മ്യൂസിക് ഷോയും ഒരുക്കിയിരുന്നു. ഓണക്കാലത്ത് വമ്പൻ ഓഫറുകളുമായി പുത്തൻ ട്രെൻഡിലുള്ള വിസ്മയ വസ്ത്രശേഖരമാണ് ഗ്രാൻഡ് വെഡ്ഡിങ്സിൽ ഒരുക്കിയിരിക്കുന്നത്. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്ന ഷോപ്പിംഗ് അനുഭവം ഇനി കൊടകരയ്ക്ക് സ്വന്തം. സന്ദർശിക്കുക ഗ്രാൻഡ് വെഡ്ഡിങ്സ് KR കോംപ്ലക്സ്, വെള്ളിക്കുളങ്ങര റോഡ്, കൊടകര, തൃശൂർ. ഫോൺ 8595857815. കൊടകര ഇനി ഗ്രാൻഡാകും. ഏകദേശം കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇനോഗ്രേഷൻ സെറമണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഓണം കൊടകരയിൽ ഗ്രാൻഡ് വെഡ്ഡിങ്സിനോടൊപ്പായിരിക്കും. കൊടകരയുടെ ഒരു നവീനമായ അനുഭവമാണ് ഇവിടെ നമ്മളെല്ലാവരും പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പുതിയ അംഗം കൂടി ഇന്ന് ജോയിൻ ആവണം. ടെക്സ്റ്റൈൽ ഫാമിലി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ടെക്സ്റ്റൈൽ KTGA എന്ന് പറയുന്നത് കേരള ടെക്സ്റ്റൈൽ ഗാർമെന്റ്സ് വെൽഫെയർ അസോസിയേഷനാണ്.
കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9225 രൂപയും പവന് 74,040 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.